സമസ്തയുടെ അടിസ്ഥാന ആശയം തന്നെ എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അതിന് അള്ളാഹ് അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, കേൾക്കാനുള്ള കഴിവ്, അറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാണ്. അത് നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ് അവരെ പ്രമേയം. പിന്നെ 8ാം പ്രമേയത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന 3 കാര്യങ്ങളാണ്. ഒന്ന് പിന്നെ ദുആ, അള്ളാഹനെ നേരിട്ട് വിളിക്കുക, അത് ആരാധനയുടെ പ്രധാന ഇനമാണ്. 2ാമത്തേത് സഹായത്തിന് ആവശ്യപ്പെടുക. 3ാമത്തേത് ഇടതേട്ടം. ഇത് 3ഉം മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത്, ജാഹ്, ഹക്ക്, ബർക്കത്ത് വെച്ചുകൊണ്ട് നടത്താം എന്ന് ഒരു പ്രത്യേക പ്രമേയം തന്നെ പാസ്സാക്കി പറഞ്ഞ ആൾക്കാരാണ് ഇവർ. അതെ, അല്ല അവരുടെ പിന്നെ 8ാം പ്രമേയം ഇത് അംഗീകരിക്കാത്ത ഒരു സുന്നി കാര്യമൊന്നും അല്ലാന്ന്. അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പം അവർക്ക് ഇസ്തിഗാസ എന്ന് പറയാൻ എന്തോ ഒരു ബേജാറ്. അപ്പോൾ ഇസ്തിഷ്ഫ ആണ് എന്ന നിലക്ക് അവരെന്ത് ചെയ്യുന്നു, അതിനെ കൊണ്ടുപോകുന്നു. ഇനി പിന്നെ ഇവരിലെ പ്രധാന ഉസ്താദാണ് പൊന്മാൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഫത്താവ മൊഹീദ് സുന്നയിൽ അദ്ദേഹത്തോട് ചോദിച്ചത് തന്നെ എങ്ങനെയാണ്, പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? വിളിച്ചു പ്രാർത്ഥിക്കാം. അപ്പം ശരിക്കും മറുപടി എന്താണ്? അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട്, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വിഷയവുമായി ബന്ധമില്ലാത്ത സൂറത്ത് മാഇദയിൽ 55-ാമത്തെ ആയത്ത്. അവിടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു മര്യാദ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അതൊരിക്കലും മരിച്ച ഇത്തരം ആളുകളോട് ചോദിക്കാനോ തേടാനോ ഉള്ള ആയത്ത് തന്നെയല്ല. അഹ്ലുസുന്നയുടെ മുഫസ്സിർ അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. അപ്പോൾ ആ ആയത്തിനെ വരെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഈ നിലക്ക് അനുവദനീയമാണ്, ഒരു ഹലാൽ എന്ന വിധിയാണല്ലോ ഇപ്പോൾ ഈ കൊടുക്കുന്നത്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നെ വിധിച്ച ആളുകളാണ് ആര്? ഇവർ.